ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം ഇതിനായിട്ട് 2/3 കപ്പ് റവ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. റവ തരിയുള്ള റവയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ റവ നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ തന്നെ കുഴച്ചെടുത്തിട്ട് 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയം ഇതിലേക്ക് ഒരു ഐറ്റം കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു പാൻ എടുത്തതിലേക്ക് 1.5 തക്കാളി കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചെറിയൊരു ഉള്ളി കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ബൾബ് വെളുത്തുള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയിലൻ്റെ തണ്ടും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് കൃഷിയാക്കിയും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു വശം ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. തക്കാളിൻ്റെ പുറമേയുള്ള സ്കിന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റി കൊടുക്കുക. എന്നിട്ട് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് പച്ച മല്ലിയിലൻ്റെ തണ്ട് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുറമേയുള്ള തൊലിയെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിത് പേസ്റ്റ് ആക്കി എടുത്തത് കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ആക്കിയെടുക്കുക. ഇനി ഇതാ മാവ് നിങ്ങളെ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തോ. ഏറ്റവും ഭംഗിയും ടേസ്റ്റും കഴിക്കാൻ ചെറിയ മാവാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കുന്നത് പാസ്തയാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഫോർക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതിൻ്റെ തെൽ ഭാഗത്തായിട്ട് ഓരോ മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പിലൊരു സംഭവം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാകുമല്ലോ, അങ്ങനെ ആക്കിയെടുക്കുക. ഇതിനൊരു പണിയില്ല, പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നൊരു ഷേപ്പാണ് കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാസ്ത നന്നായിട്ട് മുകൾ ഭാഗത്തേക്ക് പൊന്തി വരുന്നവരെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അത് മാറ്റി കൊടുത്തിട്ട് കുറച്ച് പച്ചവെള്ളം ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് ഇത്തിരി ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 1.5 ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളി മുഴുവനായിട്ട്, പിന്നെ ഒരു ഉള്ളിൻ്റെ പകുതിയും ചെറിയ ഉള്ളിയെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു തക്കാളിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാണ്, ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ച പേസ്റ്റിൽ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ പേസ്റ്റ് ഇട്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ച പാസ്തയും അതേപോലെ 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂണും ഉണക്കമുളകില്ലേ അത് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലിങ്ങനെ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി കുറച്ചുകൂടി വെള്ളം അതേപോലെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക, ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ വൈകുന്നേരം വരുമ്പോഴും അതേപോലെ രാവിലത്തേക്കും പിന്നെ സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ.